നമസ്കാരം. അങ്ങനെ ദ്വാരകയുടെ നാശവും അർജുനൻ്റെ സന്താപമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. പരീക്ഷിത്ത് മഹാരാജാവ് അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ശ്രീ ശുഗനോട്. ഭഗവാന്റെ സ്വർഗാരോഹണ ദിവസം മുതൽ കലിയുഗം ആരംഭിച്ചിരിക്കുന്നു എന്ന് അങ്ങ് അരുളി ചെയ്തല്ലോ. കലിയുഗത്തിൽ ഭൂലോകവാസികളുടെ അനുഭവം എന്തായിരിക്കുമെന്നുകൂടി അങ്ങ് എന്നെ ധരിപ്പിക്കണം. ഇതായിരുന്നു പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ശ്രീ ശുഗ മഹർഷിയോടുള്ള അപേക്ഷ. അപ്പോൾ വ്യാസപുത്രനായിട്ടുള്ള ശ്രീ ശുഗൻ പറഞ്ഞു, രാജപുങ്കവ, കലികാലം ഏത് വിധമായിരിക്കുമെന്ന് ഏതാണ്ട് അങ്ങയ്ക്ക് ഊഹിക്കാൻ കഴിയും. അങ്ങ് കലിയെ കീഴ്പ്പെടുത്തിയവനാണല്ലോ. എങ്കിലും കലികാല അനുഭവങ്ങളെ ചുരുക്കി ഞാൻ പറയാം. കലികാലത്ത് ദൈവഭക്തി മനുഷ്യരിൽ വളരെ കുറയും. ദേവപൂജകളും യാഗങ്ങളും ഇല്ലാതെയാവും. ഭൂലോകങ്ങളും സ്വർഗലോകവും തമ്മിലുള്ള ബന്ധങ്ങളെ വിടും. ദേവകൾ ഭൂമിയിൽ വരാതെയാവും. മഹർഷികൾ മഹിയിൽ നിന്നും എന്നേക്കുമായിട്ട് മറയും. അതായത് ഭൂമിയിൽ നിന്നും എന്നേക്കുമായിട്ട് മറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ കലിയുഗം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ജീവിക്കുന്ന യുഗമാണ്. അപ്പോൾ ഈ പറയുന്ന ദ്വാപര യുഗത്തിലെ ഈ ഭൂലോകത്തു നിന്ന് സ്വർഗ്ഗലോകത്തേക്ക് പോവുക, ഒരു വിസിറ്റിന് വേണ്ടിയിട്ട് സ്വർഗത്തിൽ നിന്ന് ദേവന്മാർ ഭൂമിയിലേക്ക് വരിക, അതൊക്കെ സാധാരണ ആയിരുന്നല്ലോ. പക്ഷെ അതൊക്കെ ഈ കലിയുഗത്തിൽ നമുക്ക് ഇതൊന്നും അറിയില്ല അല്ലേ. ഇതൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് അവിശ്വസനീയമായിട്ടുള്ള കഥകളായിട്ടാണ് തോന്നുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ യാഗങ്ങളില്ലല്ലോ, വളരെ അപൂർവമായിട്ടാണ് അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ. പിന്നീട് തുടരുകയാണ് ശ്രീ ശുഗൻ. രാജാക്കന്മാരെ അധർമ്മികളായിട്ട് പ്രജകളെ പീഡിപ്പിച്ച് ധനം സമാർജിക്കും. രാജാക്കന്മാരെ പ്രജകൾ വധിച്ചും നിഷ്കാസനം ചെയ്തും കാലാന്തരത്തിലെ രാജഭരണം തന്നെ അവസാനിക്കും. ഭൃത്യന്മാർ യജമാനന്മാരാവും. യജമാനന്മാർ തെണ്ടികളും ഭൃത്യന്മാരൊക്കെ ആയി തീരും. പുണ്യധർമാദികൾ വെടിഞ്ഞ് പൈസയ്ക്ക് വേണ്ടി, ധനത്തിന് വേണ്ടിയിട്ട് മനുഷ്യരെ എന്ത് കഠിന പ്രവൃത്തിയും ചെയ്യും. കളവ്, വഞ്ചന അതൊക്കെ വർദ്ധിക്കും. സത്യവും സദാചാരവും നാട്ടിൽ നിന്ന് മറയും. തത്സ്ഥാനത്ത് അസത്യവും വഞ്ചനയും തഴച്ചു വളരും. ആത്മാർത്ഥത എന്നുള്ളത് ഒരിക്കലും ആരിലും കാണാൻ പറ്റില്ല. ഭർത്താവ് ഭാര്യയെ, ഭാര്യ ഭർത്താവിനെ ഒക്കെ വഞ്ചിച്ചുകൊണ്ടേയിരിക്കും. പാതിവൃത്യം എന്ന പരിശുദ്ധി സ്ത്രീകളിലെ തീരെ ഇല്ലാതാകും. പുരുഷന്മാരെ തേടി സ്ത്രീകൾ സ്വൈരിണികളായി സഞ്ചരിക്കും. ശുദ്ധമായ പ്രേമം ദമ്പതികളിൽ കാണുകയില്ല. രതിസുഖം മാത്രമായിരിക്കും ഭാര്യാഭർത്തൃ ബന്ധത്തിനുള്ള അടിസ്ഥാനം. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ശ്രീ ശുഗൻ പറയുകയാണ്. അപ്പോൾ ദ്വാപര യുഗത്തിൽ നിന്നും ഒരുപാട് വ്യത്യാസം കലിയുഗത്തിൽ ഉണ്ടാവും. അത് അധർമ്മത്തിലോട്ടുള്ളൊരു വഴിയായിട്ടാണ് പ്രതിപാദിക്കുന്നത്. അധർമ്മമാണ് കൂടുതലും എല്ലായിടത്തും വിളയാടുക എന്ന് പറയുകയാണ്. പിന്നെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും മാതാപിതാക്കൾ പോലും പുത്രന്മാരെ സ്നേഹിക്കുന്നത്. മക്കൾക്കും മാതാപിതാക്കളോട് ഹൃദയംഗമമായ സ്നേഹം ഉണ്ടാകുന്നതല്ല. ധനമുള്ളവൻ പെരിയവനായിത്തീരും. ധനത്തിന് വേണ്ടി എന്ത് അധർമ്മം ചെയ്യാനും മനുഷ്യൻ മടിക്കില്ല. സ്ത്രീവധം, ബാലവധം, ബ്രാഹ്മണവധം മുതലായവയും അതിനുവേണ്ടി നടക്കും. ദ്രവ്യം ആർക്കും ഉപയോഗപ്രദമാകാത്ത വിധം മണ്ണിൽ കുഴിച്ചിട്ട് ദ്രവ്യനാശവും അവരെ വരുത്തും. സമ്പാദ്യമായിരിക്കും അവരുടെ ഉദ്ദേശം. ദ്രവ്യം എന്ന് വെച്ചാൽ പൈസ എന്നുള്ള അർത്ഥത്തിൽ. മനുഷ്യൻ്റെ ആയുസ് അന്ന് വളരെ കുറയും. എങ്കിലും ആശയ്ക്ക് അതിരില്ല. ബ്രാഹ്മണ വൃത്തിക്കും അന്ന് കോട്ടം തട്ടും. പൂണൂല് മാത്രമായിരിക്കും ബ്രാഹ്മണർക്കുള്ള അടയാളം. ജപധ്യാനാദികളൊക്കെ, ശുദ്ധമായ സാത്വിക ജീവിതം ഒക്കെ അവർ കൈവെടിയും. സന്യാസിമാർ കപടവേഷധാരികളായി തീരും. ഉദരപൂരണത്തിന് വേണ്ടി, അതായത് വയറ്റപ്പിഴപ്പിന് വേണ്ടി താടിയും ജടയും ഒക്കെ വളർത്തി കാഷായമൊക്കെ ധരിച്ച് അവർ തീർത്ഥാടനത്തിന് ഇറങ്ങുന്നു. പിന്നെ മാദകമായിട്ടുള്ള മദ്യത്തിലെ മനുഷ്യന് ആസക്തി പെരുകും. മധുവും മധുവാണിയും വശീകരണോപാധികളായിട്ട് തീരും. ഗുരുശിഷ്യ ബന്ധത്തിന് ശൈഥില്യം എന്ന് വെച്ചാൽ വളരെ വീക്കാവും എന്നർത്ഥം. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധേ. അങ്ങനെ ഒരുപാട് പ്രകൃതിയോട് പോലും മനുഷ്യൻ മത്സരത്തിന് തയ്യാറാകും.
തന്മൂലം പ്രകൃതി കോപങ്ങളൊക്കെ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കും. കാലാകാലങ്ങളിലെ വർഷപാതമില്ലാതെ കൃഷിനാശം സംഭവിക്കും. തന്മൂലം ദാരിദ്ര്യം വർദ്ധിക്കും. പിന്നെ മനുഷ്യൻ്റെ ആയുസ് കുറഞ്ഞതുപോലെ തന്നെ ദേഹബലവും ദൈർഘ്യവും ക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കും. വേദപുരാണങ്ങളെ കള്ളച്ചരക്കായിട്ട് കണക്കാക്കി ദൈവത്തിൻ്റെ ആസ്തിക്യത്തെ തന്നെ മനുഷ്യൻ അപഹസിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് കലിയുഗത്തെക്കുറിച്ചിട്ട് ശ്രീശുകൻ പറയുന്നത്. അതിനുശേഷം കൽക്കിയുടെ അവതാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്രകാരം കലിയുഗത്തിൽ അധർമ്മങ്ങളും അക്രമങ്ങളും പെരുകി ഭൂമിക്ക് ഭാരം ദുർവഹമായിട്ട് വർദ്ധിക്കുമ്പോൾ ത്രിഭുവന വിഭുവായിട്ടുള്ള ഭഗവാൻ ശ്രീനാരായണൻ ശബളം എന്ന ഒരു ഗ്രാമത്തിലെ എത്രയും ഭക്തോത്തമനായിട്ടുള്ള വിഷ്ണു യശസ് എന്ന ബ്രാഹ്മണൻ്റെ പുത്രനായിട്ട് ചിങ്ങമാസത്തിലെ ഉത്രം നക്ഷത്രത്തിലെ കൽക്കി നാമധേയം പേരാണ് കൽക്കി, ആ പേരിൽ അവതരിക്കും. തന്നിലുള്ള അണിമാതി ദിവ്യ ഐശ്വര്യ യോഗ മഹിമയാൽ അദ്ദേഹം വായുതുല്യ വേഗതയുള്ള ഒരു കുതിരമേൽ പാരിടം പരക്കെ പര്യടനം ചെയ്ത് ദുഷ്ടന്മാരെയും അധർമ്മികളെയും പാടെ നിഗ്രഹിച്ച് ശർമ്മധർമാദികൾ പുനഃസ്ഥാപിക്കും. സുഗന്ധപൂർണമായിട്ടുള്ള അംഗരാഗത്തെ ഭക്തവൃന്ദങ്ങൾക്ക് നൽകി അതിൽ നിന്നും നിർഗമിക്കുന്ന പരിമള സ്പർശത്താലും പാപികളുടെ വംശത്തെ അദ്ദേഹം ഉന്മൂലനാശം ചെയ്ത് ഭൂമി പാർത്തലം പരിശുദ്ധമാക്കി തീർക്കും. അനന്തരം അദ്ദേഹം വിഷ്ണുവിലെ വിലയം പ്രാപിക്കും, മറ്റവതാരങ്ങളെ പോലെ തന്നെ. അപ്രകാരം കലികാലത്തുണ്ടാക്കുന്ന സർവ്വ അധർമ്മികളെയും പാപികളെയും പാഷണ്ഡന്മാരെയും ഒക്കെ ജഗത്പതിയായിട്ടുള്ള കൽക്കിയായിട്ട് അവതരിച്ച ഭഗവാൻ നിധനം ചെയ്തതിന് ശേഷം ബ്രഹ്മദേവനോട് വീണ്ടും സൃഷ്ടികർമ്മം തുടരാനായിട്ട് ആജ്ഞാപിക്കും. അന്നു മുതൽ പുണ്യവാന്മാരും നല്ലവരുമായിട്ടുള്ള മനുഷ്യരെ ഭൂമിയിൽ ജനിച്ച് തുടങ്ങും. അന്ന് വീണ്ടും കൃതയുഗം ആരംഭിക്കും. അതായത് ഈ യുഗങ്ങളുടെയൊക്കെ ആരംഭം കൃതയുഗമാണല്ലോ. അപ്പോൾ വീണ്ടും കൃതയുഗം ആരംഭിക്കുകയാണ്. എന്ന് കൽക്കിയുടെ അവതാരവാഴ്ച അവസാനിക്കുന്നുവോ അന്ന് മുതൽക്കാണ് വീണ്ടും കൃതയുഗത്തിൻ്റെ ആരംഭം. അപ്പോൾ ഈ യുഗങ്ങളുടെ കാര്യം അറിയാലോ, ഒരു സൈക്ലിക്കാണത്. കൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം 1200 ദേവവർഷങ്ങൾ അല്ലെങ്കിൽ 4,32,000 മനുഷ്യവർഷങ്ങൾ കഴിയുമ്പോൾ കലിയുഗം അവസാനിച്ച് വീണ്ടും കൃതയുഗം ആരംഭിക്കുന്നു എന്നാണ് പറയുക. അങ്ങനെ ഈ പ്രകാരമൊക്കെ ശ്രീശുകൻ പരീക്ഷത്തിന് ഉപദേശിച്ച മഹത്തത്വങ്ങളും ഭഗവത് കഥകളും സൂതൻ ശൗനകാദികളെ പറഞ്ഞ് കേൾപ്പിച്ചപ്പോൾ ശൗനകൻ സംതൃപ്തിയോടെ പറഞ്ഞു, ഹേ സൂത, അങ്ങയുടെ മുഖത്തു നിന്നും വഴിയുന്ന പുരാണ പുണ്യ പൂനിലാവിൻ്റെ പ്രകാശത്താൽ സംസാരമായാന്ധകാരം, അതായത് മായയാകുന്ന തമസ് അന്ധകാരമൊക്കെ മനസ്സിൽ നിന്ന് പോയിരിക്കണു. ആ നന്ദി എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പുത്രകളർത്ര ശിഷ്യാദികളോടും വംശ അഭിവൃദ്ധിയോടും കൂടി അങ്ങ് സൂത പൗരാണികനായിട്ട് എല്ലാ കാലവും വാഴാൻ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. കൽപ്പാന്ത പ്രളയകാലത്ത് പരബ്രഹ്മമായിട്ടുള്ള ജഗത്പതി ജനാർദ്ദനൻ്റെ മഹാവിഷ്ണുവിൻ്റെ അവസ്ഥ എന്താണെന്ന് കൂടി അങ്ങ് ഞങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കണം. അപ്പോൾ സൂതൻ പറയാണ്, തപോധനന്മാരെ, പ്രളയവാരിധിയിലെ വിരാട് പുരുഷനായിട്ടുള്ള വിഷ്ണുവിൻ്റെ അവസ്ഥ എന്താണ് എന്ന് മാർക്കണ്ഡേയ മുനിയുടെ ഒരു അനുഭവ കഥയിൽ കൂടി ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നീട് മാർക്കണ്ഡേയ ചരിതമാണ് പറയുന്നത്. ഭാഗവതത്തിലെ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലേ മാർക്കണ്ഡേയനെ. അപ്പോൾ എന്തായാലും അതൊന്ന് കേൾക്കാം. ഭൃഗുവംശ തിലകനായിട്ടുള്ള മൃഗണ്ടു ഒരു മുനിയാണ്. മാമുനീന്ദ്രൻ്റെ പുത്രനായിട്ടാണ് മാർക്കണ്ഡേയൻ ജനിക്കുന്നത്. അദ്ദേഹം പരമശിവൻ്റെ അനുഗ്രഹത്താൽ മരണത്തിൽ നിന്നും അതിജീവിച്ചതിന് ശേഷം പിതാവിൻ്റെ അനുഗ്രഹ ആശിസ്സുകളൊക്കെ വാങ്ങി തപസ്സിനായിട്ട് പുറപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മാർക്കണ്ഡേയ മുനി എങ്ങനെയാണ് പരമശിവനെ ധ്യാനിച്ച് മരണത്തെ അതിജീവിച്ചത്? ആ കഥ കേട്ടിട്ടുണ്ടോ? അപ്പോൾ അതാദ്യം അറിയാത്തവർക്ക് വേണ്ടി പറയാം, പിന്നീട് ഈ ചരിത്രത്തിലേക്ക് കടക്കാം. മൃഗണ്ടുമുനി, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരുതവതി, ഇവരെ ഒരു കാട്ടിലെ തപസ് ജീവിതം നയിച്ചു ഒരുപാട് കാലം. പക്ഷെ അവർക്ക് കുട്ടികളില്ലായിരുന്നു.
അങ്ങനെ സന്താനലബ്ധിക്കായിട്ട് ശിവനെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് മൃഗണ്ഡു വർഷങ്ങളോളം കഠിനമായിട്ടുള്ള തപസ്സുകൾ അനുഷ്ഠിച്ചു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ സന്തുഷ്ടനായിട്ടുള്ള ശിവഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് അനുഗ്രഹം കൊടുക്കുകയാണ്. ചോദിക്കുന്നുണ്ട്, 16 വർഷം വരെ ജീവിക്കുന്ന സദ്വൃത്തനും ജ്ഞാനിയും ഭക്തനുമായിട്ടുള്ള ഒരു മകനെ വേണോ, അതോ ദീർഘായുസുള്ള മന്ദബുദ്ധിയും ദുഷ്ടസ്വഭാവമുള്ള ഒരു മകനെ വേണോ എന്ന്. അപ്പോൾ ഒരു മടിയും കൂടാതെ മൃഗണ്ഡു അല്പായുസുള്ളതും എന്നാൽ സദ്വൃത്തനുമായിട്ടുള്ള നല്ല പ്രവൃത്തിയും ഒക്കെ ഉള്ള ഒരു മകനെയാണ് തിരഞ്ഞെടുത്തത്. ശിവൻ അവൻ്റെ അപേക്ഷ അംഗീകരിച്ച് അനുഗ്രഹമൊക്കെ കൊടുത്തു. അങ്ങനെ ആ ജനിക്കുന്ന കുട്ടിയാണ് മാർക്കണ്ഡേയൻ. അപ്പോൾ കാലക്രമേണ മരുതവതി മാർക്കണ്ഡേയൻ എന്നൊരു പുത്രനെ പ്രസവിച്ച് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എല്ലാ വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിച്ചിരുന്ന മകനിൽ മാതാപിതാക്കൾ അത്യധികം സന്തുഷ്ടരായി. അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വേഗത്തിൽ പഠനത്തിൽ പ്രാവീണ്യം നേടി 12 വയസ്സുള്ളപ്പോൾ അവൻ്റെ മാതാപിതാക്കൾ ഉപനയനമൊക്കെ നടത്തി ഗായത്രി മന്ത്രം ജപിക്കാൻ അവനെ പ്രേരിപ്പിച്ചു. അങ്ങനെ മാർക്കണ്ഡേയൻ്റെ 16-ാം വയസ്സ് അടുക്കുകയാണ്. ആ പ്രായത്തിൽ തന്നെ മരിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ്റെ മാതാപിതാക്കൾ കൂടുതൽ ദുഃഖിതരാവുക. ദുഃഖം മറച്ചു വയ്ക്കാൻ കഴിയാതെയായി അവർക്ക്. ആ കുട്ടി അറിഞ്ഞിട്ടില്ല ഇതൊന്നുമേ. അങ്ങനെ ഒടുവിൽ മാർക്കണ്ഡേയനോട് തൻ്റെ വിധിയെക്കുറിച്ച് പറയേണ്ടി വന്നു. ജനനം പോലെ സ്വാഭാവികമാണ് മരണവും, അത് ഭയപ്പെടേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടി മാതാപിതാക്കളെ ആശ്വസിപ്പിച്ചു. എന്നിട്ടോ മരണത്തെ ജയിക്കാൻ ദൃഢനിശ്ചയം ചെയ്ത മാർക്കണ്ഡേയൻ ശിവനെ പ്രീതിപ്പെടുത്താൻ കഠിനമായ തപസ്സു ചെയ്യാൻ മാതാപിതാക്കളുടെ അനുഗ്രഹം തേടി. മാതാപിതാക്കൾ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അദ്ദേഹം വളരെ ഭക്തിയോടെ തപസ് ആരംഭിക്കുകയാണ്. മാർക്കണ്ഡേയന് 16-ാം വയസ്സ് തികയുന്ന ആ ദിവസം മരണദേവനായിട്ടുള്ള യമൻ അദ്ദേഹത്തിൻ്റെ ജീവനെടുക്കാൻ എത്തി. മാർക്കണ്ഡേയൻ്റെ ഭക്തിയുടെ തീവ്രത കാരണം അവൻ്റെ അടുത്തേക്ക് വരാൻ തൻ്റെ ഭൃത്യന്മാർക്ക് കഴിഞ്ഞില്ലെങ്കിലും യമൻ തന്നെ തൻ്റെ കറുത്ത എരുമയുടെ പുറത്ത് കയറി മാർക്കണ്ഡേയൻ്റെ ആത്മാവിനെ പിടികൂടാൻ യമൻ തൻ്റെ കുരുക്ക് എറിഞ്ഞപ്പോൾ അത് മാർക്കണ്ഡേയനെയും അദ്ദേഹം ആരാധിച്ചിരുന്ന ശിവലിംഗത്തെയും ഒരുമിച്ച് വലയം ചെയ്തു. ആ 2 പേരും ഒരുമിച്ചാണ് അതിൽ കുടുങ്ങിയത്. ആ നിമിഷം ശിവലിംഗം 2ആയിട്ട് പിളർന്നു. കയ്യിൽ ത്രിശൂലവുമായിട്ട് ശിവൻ ഉയർന്നു വന്നു. അപ്പോൾ ഒരുപാട് വലിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഈ മാർക്കണ്ഡേയനെ കയറിട്ട് വലിച്ചു കൊണ്ടുപോകാനാണ് ആ കയറിട്ടത്. അപ്പോൾ ആ ശിവലിംഗം കൂടി കുടുങ്ങിയപ്പോൾ അതിങ്ങനെ വലിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നാണ് ആ 2ആയി പിളർന്ന ശിവലിംഗത്തിൽ നിന്ന് ത്രിശൂലവുമായിട്ട് ശിവൻ ഉയർന്നു വന്നു. യമനെ മാറ്റി നിർത്തി മാർക്കണ്ഡേയനെ രക്ഷിക്കാൻ അദ്ദേഹം അവനെ കൊന്നു, യമനെ കൊന്നു. അന്നു മുതൽ മാർക്കണ്ഡേയൻ മൃത്യുഞ്ജയൻ, മരണത്തെ ജയിച്ചവനെന്നും കാലകാലൻ, സമയത്തെ കീഴടക്കിയവനെന്നും അറിയപ്പെട്ടു. അപ്പം മറ്റു ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം ശിവൻ യമനെ ജീവൻ നൽകി പുനരുജ്ജീവിപ്പിക്കുന്നുണ്ട്. മാർക്കണ്ഡേയൻ്റെ ഭക്തിയിൽ സംപ്രീതനായ ശിവൻ അദ്ദേഹത്തിനെ അമർത്യത, മരിക്കാത്ത അവസ്ഥ നൽകി അനുഗ്രഹിച്ചു. അവനൊരിക്കലും വാർദ്ധക്യം പ്രാപിക്കില്ല, സദ്വൃത്തനായിട്ട് തുടരും, ലോകാവസാനം വരെ പ്രശസ്തനായിരിക്കും എന്നൊക്കെ ഉറപ്പാക്കി. ഇന്നുവരെ മാർക്കണ്ഡേയൻ അമർത്യരിൽ ഒരാളായിട്ട് ബഹുമാനിക്കപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ യോഗശക്തി കാരണം യുവത്വത്തിനും വിശുദ്ധ രൂപത്തിനും പേര് കേട്ടതാണ്. അപ്പോൾ ഈ മാർക്കണ്ഡേയ പുരാണത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? മാർക്കണ്ഡേയൻ്റെ കഥ നമ്മെ ഭക്തിയുടെ ശക്തിയും ഉന്നത വ്യക്തികളുടെ അനുഗ്രഹങ്ങളും പഠിപ്പിക്കുകയാണ്. അതിൻ്റെ ആവശ്യകത, അഭയം പ്രാപിക്കുകയും ഉയർന്ന ശക്തികളുടെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെ അസാധ്യമെന്ന് തോന്നുന്ന നേട്ടങ്ങൾ നമുക്ക് നേടാൻ കഴിയും. അപ്പോൾ ഇന്ന് ഇത്രമാത്രം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.